ഒരാൾ കൂടിയുണ്ട്. നമ്മുടെ എന്താവശ്യത്തിനും പൊതുജനങ്ങളുമായി ബന്ധപ്പെടാനുള്ള മാനേജർ. അതെ, ക്ഷേത്രത്തിൻ്റെ മാനേജർ അജീഷാണ്. പക്ഷേ നമുക്കറിയാം, ഇത്രയും വലിയൊരു ക്ഷേത്രമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന മള്ളിയൂർ ക്ഷേത്രത്തിൽ ദൈനംദിന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ പൊതുജനങ്ങളുമായുള്ളൊരു സംവേദനത്തിൻ്റെ ഒരു കണ്ണി കൂടിയാണല്ലോ. എങ്ങനെയാണ് ജനങ്ങൾ ഈ ക്ഷേത്രത്തെ എത്രത്തോളം അടുപ്പത്തോടെയാണ് കാണുന്നത്? അതുമാത്രമല്ല, ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വളർച്ച അതെങ്ങനെയാണ് കാണുന്നത്? തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം എത്രത്തോളം തുടർന്നുള്ള അതിൻ്റെ ഒരു ലക്ഷ്യമുണ്ടാകുമല്ലോ ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ച സംബന്ധിച്ച്? ഞാൻ വന്നിട്ട് 10-20 വർഷമായി. വരുന്ന ഭക്തരെല്ലാം നല്ല രീതിയിലാണ് ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം നല്ല രീതിയിലാണ് അഭിപ്രായം പറയുന്നത്. അപ്പം ഭക്തരുടെ എല്ലാവരുടെ മനസ്സിലും ഈ ക്ഷേത്രം എത്രത്തോളം നല്ല രീതിയിൽ വളരണം, നല്ല രീതിയിലാകണം എന്നുള്ളതാണ് എല്ലാ ഭക്തരുടെയും ആഗ്രഹം. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലും നല്ലൊരു തോന്നാറുണ്ട്. അതിനു വേണ്ടി നമ്മളും നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെടുന്നുണ്ട്. തിരുമേനിമാരുടെ കൂടെ തന്നെ തിരുമേനിമാരുടെ കൂടെ തന്നെ നിന്ന് ഈ ക്ഷേത്രത്തെ എത്രത്തോളം വലുതാക്കണം, എത്രത്തോളം വളരണം എന്നുള്ളത് അതുപോലെ പല ഭക്തർക്കും ഉള്ളൊരു ആഗ്രഹം കൂടിയാണ്. വലിയ തിരുമേനിയുടെ വിയോഗത്തോടു കൂടി ഇവിടെ ഒരു സ്മൃതി മണ്ഡപം എന്നുള്ളത്, അതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. ആ ലക്ഷ്യം തിരുമേനിയുടെ ഇതിലോട്ട് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. കാരണം ഇനിയുള്ള തലമുറയിലോട്ട് തിരുമേനി എന്തായിരുന്നു ഉദ്ദേശിച്ചത്, തിരുമേനി എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ളതൊക്കെ അറിയാനും അത് ഇനി തലമുറയിലോട്ട് കൈമാറാനും പറ്റുന്നത് ഈ സ്മൃതി മണ്ഡപത്തിലൂടെ പറ്റും. സ്മൃതി മണ്ഡപത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഭാഗവത പഠനം, അതുപോലെ മെഡിറ്റേഷൻ, കുട്ടികളെ കൂടുതൽ ഇതിലോട്ട് എത്തിക്കുക, പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിലോട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ശ്രമിക്കണം.